എന്താണ് അടുത്ത ചോദ്യം? ഷോ ദാറ്റ് ഇഫ് എ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് സി മൈനസ് ബി then c minus b subset of c minus a. a എന്ന് പറയുന്നത് ബിയുടെ സബ്സെറ്റ് ആണെങ്കിൽ c മൈനസ് ബി എന്ന് പറയുന്നത് c മൈനസ് എയുടെ സബ്സെറ്റ് ആണ് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് എടുക്കാം എന്താണ് ഗിവൺ. ഓക്കെ, അല്ലെങ്കിൽ ലെറ്റ്സ് ടേക്ക് എന്തെടുക്കാം? ടേക്ക് a സബ്സെറ്റ് ഓഫ് b. a ബിയുടെ സബ്സെറ്റ് ആണെന്ന് എടുക്കുക. ഓക്കെ, ഇനി നമുക്ക് കാണിക്കേണ്ടത് സി മൈനസ് ബി സബ്സെറ്റ് ഓഫ് സി മൈനസ് എ എന്നാണ് കാണിക്കേണ്ടത്. ഓക്കെ, എക്സ് എലമെന്റ് ഓഫ്, ഓക്കെ നമുക്ക് എക്സ് ഇതിൽ എലമെന്റ് ആണെങ്കിൽ അത് ഇതിലും വരുന്നുണ്ട് എന്നാണ് കാണിക്കാനുള്ളത്. സോ എക്സ് എലമെന്റ് ഓഫ് സി മൈനസ് ബി ആണെന്ന് വിചാരിക്കുക. ഓക്കെ, എക്സ് എലമെന്റ് ഓഫ് സി മൈനസ് ബി ആണെന്ന് വിചാരിക്കുക. വിച്ച് ഇംപ്ലൈസ്, അത് എന്തിനെ സൂചിപ്പിക്കുന്നു? എക്സ് എലമെന്റ് ഓഫ് സി ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ഓക്കെ, സി മൈനസ് ബിയുടെ ഡെഫിനിഷൻ ആണിത്. ഓക്കെ, അതിനർത്ഥം സി ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ഓക്കെ, സോ സി ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? സി ഉണ്ട് ബിയിൽ ഇല്ല, സിയിലുണ്ട് ബിയിൽ ഇല്ല. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സി ഡിഫറൻസ് ബി. സോ അതിന്റെ ഡെഫിനിഷൻ തന്നെയാണിത്. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടി? എക്സ് എലമെന്റ് ഓഫ് സി ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ആണെന്ന് പറഞ്ഞു കിട്ടി. വിച്ച് ഇംപ്ലൈസ് എക്സ് എലമെന്റ് ഓഫ് ബി കോംപ്ലിമെന്റ്. എക്സ് ബി കോംപ്ലിമെന്റ്, ബിയിൽ ഇല്ലാത്ത, എക്സ് എന്ന് പറയുന്നത് ബിയിൽ ഇല്ലാത്ത ആളാണെന്ന്, ബി കോംപ്ലിമെന്റിലെ ആളാണെന്ന് കിട്ടി. വിച്ച് ഇംപ്ലൈസ് എക്സ് നോട്ട് ആൻ എലമെന്റ് ഓഫ് ബി. എക്സ് എവിടുത്തെ എലമെന്റ് അല്ല? ബിയിൽ എലമെന്റ് അല്ല. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് വേറെ എന്തും കൂടെ പറയാം? എക്സ് എലമെന്റ് ഓഫ് സി ആണെന്നും പറയാം. സോ നമുക്ക് ഇവിടെ നിന്ന് എന്തൊക്കെ കിട്ടി? സോറി, നോട്ട് ആൻ എലമെന്റ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്തൊക്കെ കിട്ടി? എക്സ് എലമെന്റ് ഓഫ് സിയുമാണ്, എക്സ് നോട്ട് ആൻ എലമെന്റ് ഓഫ് ബിയുമാണ്. സിയിൽ എലമെന്റും ആണ്, എന്നാൽ ബിയിൽ എലമെന്റ് അല്ല. അങ്ങനെയുള്ള ആൾക്കാരാണ് സി മൈനസ് ബിയിൽ വരുന്നത്. ഓക്കെ, അസ്യൂം നമുക്കിനി എന്തെടുക്കാം? സി മൈനസ് എയില് എലമെന്റ് അല്ല എക്സ് എന്ന് എടുക്കാം. അപ്പൊ അസ്യൂം ഓക്കെ എക്സ് നോട്ട് ആൻ എലമെന്റ് ഓഫ് സി മൈനസ് എ. ഓക്കെ, എക്സ് എന്ന് പറയുന്നത് സി മൈനസ് എയിലെ എലമെന്റ് അല്ല എന്ന് എടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് നോട്ട് ആൻ എലമെന്റ് ഓഫ് എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, എ കോംപ്ലിമെന്റിലെ എലമെന്റ് അല്ല എക്സ് എന്ന് പറഞ്ഞു കിട്ടും. വിച്ച് ഇംപ്ലൈസ് എക്സ് എലമെന്റ് ഓഫ് എ എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ എക്സ് സി മൈനസ് എയിൽ ഇല്ലാത്ത ഒരാളാണെന്ന് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് എയിൽ എലമെന്റ് ആണെന്ന് പറഞ്ഞു കിട്ടും. എക്സ് എയിൽ എലമെന്റ് ആകാൻ പറ്റോ? ഇല്ല, നമ്മൾ പറഞ്ഞിട്ടില്ലേ എ സബ്സെറ്റ് ഓഫ് ബി ആണ്. അപ്പൊ എക്സ് എയിൽ എലമെന്റ് ആണെങ്കിൽ എക്സ് എവിടത്തെ എലമെന്റ് ആയിരിക്കും? എക്സ് ബിയിലെ എലമെന്റ് ആണെന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, അപ്പൊ എക്സ് എയിൽ എലമെന്റ് ആണെങ്കിൽ നമുക്ക് എന്തും പറയാം? എക്സ് എലമെന്റ് ഓഫ് ബിയും ആകും. റീസൺ എന്താ? എ സബ്സെറ്റ് ഓഫ് ബി ആണ്. ഓക്കെ, അപ്പോ നമ്മള് എക്സ് നോട്ട് ആൻ എലമെന്റ് ഓഫ് സി മൈനസ് എ എടുത്താൽ നമുക്ക് എക്സ് എയിൽ എലമെന്റ് ആണെന്ന് കിട്ടും. അതിനർത്ഥം എക്സ് എലമെന്റ് ഓഫ് എക്സ് എലമെന്റ് ഓഫ് ബി ആണെന്ന് പറഞ്ഞു കിട്ടും. എക്സ് ബിയിലെ എലമെന്റ് ആണെന്ന് പറഞ്ഞു കിട്ടും. പക്ഷെ എക്സ് ബിയിലെ എലമെന്റ് ആണോ? അല്ല. ഓക്കെ, സോ നമുക്ക് ഇവിടെ നിന്ന് തന്നെ വേണമെങ്കിൽ എന്ത് പറയാം? എക്സ് ബിയിലെ എലമെന്റ് അല്ലാത്തത് കൊണ്ട് എക്സ് നോട്ട് ആൻ എലമെന്റ് ഓഫ് ബി ആണ്. ജസ്റ്റ് ഞാൻ അതൊന്ന് സപ്പോസ് ഇതിന്റെ സി മൈനസ് എയിൽ അല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് കാണിച്ചതിന് നമുക്ക് ഇവിടെ പ്രൂഫ് എഴുതുമ്പോൾ നമുക്ക് എന്ത് പറയാം? എക്സ് നോട്ട് ആൻ എലമെന്റ് ഓഫ് ബി ആയതുകൊണ്ട് എക്സ് ഏതിലെ എലമെന്റ് അല്ല? എയിലെയും എലമെന്റ് അല്ല. നോക്കിക്കേ, എക്സ് സിയിൽ എലമെന്റ് ആണ്, എക്സ് സിയിൽ എലമെന്റ് ആണ് അല്ലെ? എക്സ് സിയിൽ എലമെന്റ് ആണ്, എക്സ് എവിടുത്തെ എലമെന്റ് അല്ല? എയിൽ എലമെന്റ് അല്ല. സോ സിയിലുണ്ട്, എയിലില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? എക്സ് എലമെന്റ് ഓഫ് സി ഡിഫറൻസ് എ ആണ്. സിയിലുണ്ട്, എയിലില്ല എന്ന് പറഞ്ഞാൽ സി ഡിഫറൻസ് എ ആണ്. നോക്കിക്കേ, സി ഡിഫറൻസ് ബിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, സി ഡിഫറൻസ് എയിലെത്തി. സോ നമുക്ക് എന്ത് പറയാം? സി ഡിഫറൻസ് ബി സബ്സെറ്റ് ഓഫ് സി ഡിഫറൻസ് എ എന്ന് പറയാം. ഓക്കെ, നിങ്ങൾക്ക് ഈ മോഡലിലും പറഞ്ഞു പോവാം, അല്ലെങ്കിൽ നമുക്ക് ഇതുവരെ പറഞ്ഞിട്ട് സി ഡിഫറൻസ് എയിൽ ഇല്ലാത്തൊരു എക്സ് ആണ് എന്ന് വിചാരിച്ച് ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കോൺട്രഡിക്ഷൻ കിട്ടും. ഓക്കെ, കോൺട്രഡിക്ഷൻ കിട്ടും. സോ കോൺട്രഡിക്ഷൻ കിട്ടുമ്പോൾ സിയിൽ എലമെന്റ് അല്ല എന്ന് പറഞ്ഞു, സി മൈനസ് എയിൽ എലമെന്റ് അല്ല എന്ന് പറഞ്ഞത് തെറ്റാണെന്ന് പറയാം. സോ സി മൈനസ് എയിൽ എലമെന്റ് ആണ് എന്ന് പറഞ്ഞിട്ട് സബ്സെറ്റ് ആണെന്ന് പറയാം. ഓക്കെ, സോ അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എന്ത് പറയാൻ പറ്റും? എ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ സി മൈനസ് ബി സബ്സെറ്റ് ഓഫ് സി മൈനസ് എ ആയിരിക്കും. അപ്പോൾ അടുത്ത ചോദ്യം, ഷോ ദാറ്റ് ഫോർ എനി സെറ്റ്സ് എ ആൻഡ് ബി
A equals A intersection B union A difference B and A union B difference A equal to A union B. ഇത് രണ്ടും കറക്റ്റ് ആണെന്ന് കാണിക്കുക. ഓക്കെ, അപ്പൊ നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ഈ സൈഡ് നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ പറയുന്നേ? ആദ്യം നമുക്ക് ഇവിടെ RHS എടുക്കാം. RHS എന്താ പറയുന്നേ? A intersection B യൂണിയൻ A മൈനസ് ബി എന്നാണ് പറയുന്നത്. A ഇന്റർസെക്ഷൻ B യൂണിയൻ A മൈനസ് ബി. A മൈനസ് ബിയുടെ ഡെഫിനിഷൻ എന്താണ്? A ഇന്റർസെക്ഷൻ B കോംപ്ലിമെന്റ്. ഓക്കെ, എയിലുണ്ട് ബിയിലില്ല. അതിൽ A മൈനസ് ബി എന്ന് പറഞ്ഞാൽ സോ A ഇന്റർസെക്ഷൻ B കോംപ്ലിമെന്റ് ആണ്. സോ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? A ഇന്റർസെക്ഷൻ B യൂണിയൻ A ഇന്റർസെക്ഷൻ B കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞെടുക്കാം. നോക്കിക്കേ, ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കല്ലേ? എന് ആർക്കൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്? ബിക്കും ബി കോംപ്ലിമെന്റിനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിനെ തിരിച്ചെടുക്കാം. ഓക്കെ, നമ്മൾ അകത്തോട്ട് എടുത്താൽ നമുക്ക് തിരിച്ച് പുറത്തോട്ടും എടുക്കാൻ പറ്റും. അതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ പറയുന്നത്. അപ്പൊ നമുക്കിവിടെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്യാം. അപ്പൊ എ നമുക്ക് ഇന്റർസെക്ഷൻ ആണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇന്റർസെക്ഷൻ ബ്രാക്കറ്റിൽ ആരൊക്കെയുണ്ട്? ബി യൂണിയൻ ബി കോംപ്ലിമെന്റ്. ഓക്കെ, അപ്പോ എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ ബി കോംപ്ലിമെന്റ്. ഇന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കിക്കേ. എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. അതല്ലേ മുകളിൽ വന്നിട്ടുള്ള. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് റീസൺ എഴുതാം. എന്താണ് റീസൺ? ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. ഓക്കെ, യൂസിങ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്ന് പറഞ്ഞ റീസൺ എഴുതാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് ഇവിടെ എന്താണ്? എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ബി യൂണിയൻ ബി കോംപ്ലിമെന്റ് ബിയിലുള്ളതും ബിയിൽ ഇല്ലാത്തതായിട്ടുള്ള എല്ലാവരെയും ഉൾപ്പെടുത്തുന്നു. യൂണിവേഴ്സൽ സെറ്റ്. വെരി ഗുഡ്. അപ്പൊ എന്താണ്? യൂണിവേഴ്സൽ സെറ്റ് ആണെന്ന് പറയാം. സോ എ ഇന്റർസെക്ഷൻ യൂണിവേഴ്സൽ സെറ്റ്. എയിലും യൂണിവേഴ്സലിലും കോമൺ ആയിട്ടുള്ള ആര് തന്നെയാണ്? എ തന്നെയാണ്. ഓക്കെ, നമ്മൾ ഇതൊക്കെ ലോ ഓഫ് യൂണിവേഴ്സൽ സെറ്റ് ആണ്. നമ്മൾ കുറെ പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുണ്ട്, അതിന്റെ കൂട്ടത്തിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, സോ അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എ കിട്ടി. സോ നമ്മൾ LHS തുടങ്ങി എവിടെ എത്തി? സോറി, RHS തുടങ്ങി നമ്മൾ എവിടെ എത്തി? LHS എത്തി. ഓക്കെ, സോ നമുക്ക് എന്തെന്ന് പറയാം? എ ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഡിഫറൻസ് ബി. ഓക്കെ, നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം. എയിൽ ഇല്ലാത്ത ആൾക്കാരും എയിലുണ്ട് ബിയിലില്ലാത്ത ആൾക്കാർ. അതും കൂടെ പിന്നെ ആരെയും കൂടെ എടുത്തിട്ടുണ്ട്? എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള ആൾക്കാർ. ബിയിലുള്ള ആൾക്കാരെ എടുത്തു, ബിയിലില്ലാത്ത ആൾക്കാരെ എടുത്തു, എയിലുണ്ടായിട്ട്. അപ്പൊ അവർ രണ്ടുപേരും എല്ലാവരും എടുത്തു. മൊത്തത്തിൽ എ തന്നെ നമുക്ക് കിട്ടും. ആ രണ്ട് ഏരിയാസ് ആണ്. നിങ്ങൾക്ക് ആ വെൻ ഡയഗ്രാം ഓർമ്മയുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്കത് പറയാൻ പറ്റും. ഓക്കെ, അടുത്ത് ഇനി രണ്ടാമത്തെ നമുക്ക് പ്രൂവ് ചെയ്ത് നോക്കാം. സെക്കൻഡ് എന്താ പറയുന്നത്? എ യൂണിയൻ ബി ഡിഫറൻസ് എ ഈക്വൽ ടു എ യൂണിയൻ ബി എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് അവിടെ LHS തുടങ്ങാം. ഓക്കെ, ഇത് രണ്ടാണ് കേട്ടോ. രണ്ട് പ്രൂഫാണ്. ആദ്യത്തെ ഇതിന്റെയും രണ്ടാമത്തെ ഇതിന്റെയാണ് വരുന്നത്. അപ്പൊ നമുക്കിവിടെ LHS തുടങ്ങാം. ഓക്കെ, LHS എന്താ പറയുന്നേ? എ യൂണിയൻ ബി ഡിഫറൻസ് എ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് ബി ഡിഫറൻസ് എ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ എ യൂണിയൻ ഉണ്ട് കേട്ടോ. എ യൂണിയൻ ഉണ്ട്. ബി ഡിഫറൻസ് എ എന്ന് പറഞ്ഞാൽ എന്താ? ബി ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ്. ഓക്കെ, ബി ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ്. ബിയിലുണ്ട്, എയിലില്ല. ഇനി നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അകത്തോട്ട് അപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? എ യൂണിയൻ ബി, ഓക്കെ, ഇന്റർസെക്ഷൻ എ യൂണിയൻ എ കോംപ്ലിമെന്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? എ യൂണിയൻ ബി കിട്ടും. ഓക്കെ, ഇന്റർസെക്ഷൻ എ യൂണിയൻ എ കോംപ്ലിമെന്റ് എത്രയാ? യൂണിവേഴ്സൽ സെറ്റ് ആണ്. ഓക്കെ, സോ എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ യൂണിവേഴ്സൽ സെറ്റ്. അപ്പൊ ഇതിന്റെ നമുക്ക് ഏതാണ്? ലോ ഓഫ് യൂണിവേഴ്സൽ സെറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എ യൂണിയൻ ബി തന്നെ കിട്ടും. ഓക്കെ അല്ലേ? അപ്പോ നമ്മളിവിടെ LHS തുടങ്ങി നമ്മളെവിടെ എത്തി? RHS എത്തി. നമുക്ക് പ്രൂഫ് രണ്ട് രീതിക്ക് ചെയ്യാം. ആക്ച്വലി രണ്ടല്ല, 3 രീതിക്ക് ചെയ്യാം. ഒന്നുകിൽ RHS തുടങ്ങി LHS എത്താം, LHS തുടങ്ങി RHS എത്താം. ഇതൊന്നും അല്ലെങ്കിൽ LHS തുടങ്ങി ഒരു ഫിക്സഡ് വാല്യൂയിലോട്ട് എത്തുക, RHS തുടങ്ങി ഒരു വാല്യൂയിലോട്ട് എത്തുക. രണ്ടും സെയിം ആണെന്ന് കാണിക്കുക. ഓക്കെ, നമുക്ക് ഈ രീതികളിലെല്ലാം ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് ക്ലിയർ അല്ലേ? ഓക്കെ, സോ നമുക്കിനി അടുത്ത പ്രൂഫിലേക്ക് കിടക്കാം. അപ്പോൾ എ യൂണിയൻ എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു എ, ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പൊ ഫസ്റ്റ് നമുക്ക് ആദ്യത്തേത് അത് ഏതാണ്? എ യൂണിയൻ എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു എ നമുക്കൊന്ന് പ്രൂവ് ചെയ്യാം. ഓക്കെ, അതിന് നമുക്ക് നമ്മൾ നോർമൽ ഇതായിട്ട് രണ്ട് സെറ്റുകൾ ഈക്വൽ ആകണമെങ്കിൽ
ഒന്നും മറ്റേതിൻ്റെയും അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സെറ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റണം. ഓക്കെ, സോ ആദ്യം നമുക്ക് എക്സ് എന്താണ് അങ്ങോട്ട് സബ്സെറ്റ് ആണോ എന്ന് പറയാൻ നോക്കാം. ഓക്കെ, നമുക്കറിയാം എ എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് എ ആണ്. ഓക്കെ, എ എന്ന് പറയുന്നത് എയുടെ സബ്സെറ്റ് ആണ്. ഓക്കെ, ഇനി എ ഇന്റർസെക്ഷൻ ബിയും ഏതിന്റെ സബ്സെറ്റ് ആണ്? എ ഇന്റർസെക്ഷൻ ബി. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എക്കും ബിക്കും കോമൺ ആയിട്ടുള്ള ആൾക്കാരല്ലേ. സോ എ ഇന്റർസെക്ഷൻ ബിയും ആരുടെ സബ്സെറ്റ് ആണ്? എയുടെ സബ്സെറ്റ് ആണ്. ഓക്കെ, എ എന്ന് പറയുന്നതും എയുടെ സബ്സെറ്റ് ആണ്. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എയുടെ സബ്സെറ്റ് ആണ്. സോ വിച്ച് ഇംപ്ലൈസ് ഇപ്പൊ രണ്ട് എയുടെ സബ്സെറ്റ് ആയിട്ടുള്ള രണ്ട് സെറ്റുകളുടെയാണ് യൂണിയൻ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതും എന്തിന്റെ സബ്സെറ്റ് ആയിരിക്കും? എയുടെ സബ്സെറ്റ് ആയിരിക്കും. സോ നമുക്ക് എന്ത് പറയാം? എ യൂണിയൻ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്ന ആരുടെ സബ്സെറ്റ് ആയിരിക്കും? എയുടെ സബ്സെറ്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഒരു ഡയറക്ഷൻ പറഞ്ഞു, അതിന് നമുക്ക് 1 എന്ന് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു ഡയറക്ഷൻ പറഞ്ഞു. എ യൂണിയൻ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്ന സബ്സെറ്റ് ഓഫ് എ ആണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് തിരിച്ചൊന്ന് പറഞ്ഞു നോക്കാം. തിരിച്ച് നമുക്ക് പറയാൻ പറ്റുമോ? എ സബ്സെറ്റ് ഓഫ് എ യൂണിയൻ എ ഇന്റർസെക്ഷൻ ബി ആണെന്ന് പറയാൻ പറ്റുമോ? പറ്റും. കാരണം എന്താണ്? എ യൂണിയൻ ഇല്ലേ? എ യൂണിയൻ എടുത്ത സ്ഥിതിക്ക് ഇവിടെ നോക്കിക്കേ, എ യൂണിയൻ. ഓക്കെ, എയിലുള്ള ആൾക്കാരെല്ലാം എ യൂണിയന്റെ അകത്തും വരും. അതുകൊണ്ട് തന്നെ എ എന്ന് പറയുന്നത് ഇതിന്റെ സബ്സെറ്റ് ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് 2 ആണെന്ന് കൊടുക്കാം. ഫ്രം 1 and 2 നമുക്ക് എന്ത് പറയാം? നോക്കിക്കേ, എ യൂണിയൻ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്ന സബ്സെറ്റ് ഓഫ് എ ആണ്. എ സബ്സെറ്റ് ഓഫ് എ യൂണിയൻ എ ഇന്റർസെക്ഷൻ ബി ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സെറ്റ് ആണെന്ന് കിട്ടി. സോ നമുക്ക് എന്ത് പറയാം? എ ഈക്വൽസ്, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് അവിടെ കൊടുത്തിരിക്കുന്ന രീതിക്ക് തന്നെ പോവാം. അപ്പൊ എന്താ പറയുന്നത്? എ യൂണിയൻ എ ഇന്റർസെക്ഷൻ ബി ഈക്വൽസ് എ എന്ന് പറയാം. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സെറ്റ് ആയതുകൊണ്ട് അവർ ഈക്വൽ ആണ് എന്ന് പറയാം. സോ ആദ്യത്തെ നമുക്ക് സിമ്പിൾ ആയിട്ട് പ്രൂവ് ചെയ്യാം. ഇനി നമുക്ക് സെക്കൻഡ് 1 നോക്കാം. സെക്കൻഡ് 1 എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമുക്ക് ആദ്യം എന്തെടുക്കാം? LHS എടുക്കാം. ഓക്കെ, LHS എടുത്ത് നോക്കിക്കേ. LHS എന്താ പറയുന്നത്? എ ഇന്റർസെക്ഷൻ എ യൂണിയൻ ബി. നമുക്ക് ഇവിടെ എന്ത് അപ്ലൈ ചെയ്യാം? ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? എ ഇന്റർസെക്ഷൻ എ, ഓക്കെ, യൂണിയൻ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞ് കിട്ടും. ഇനി എ ഇന്റർസെക്ഷൻ എ എന്ന് പറഞ്ഞാൽ എന്താ? എനെ എയുമായിട്ട് തന്നെ ഇന്റർസെക്ട് ചെയ്യുന്നു. നമുക്ക് എന്ത് തന്നെ കിട്ടും? എ. എന്താ റീസൺ? ഐഡംപൊട്ടന്റ് ലോ. ഓക്കെ, സോ എ യൂണിയൻ എ ഇന്റർസെക്ഷൻ ബി. നോക്കിക്കേ, ഫസ്റ്റത്തെ എന്താ പറഞ്ഞിരിക്കുന്നത്? എ യൂണിയൻ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ അത് ആരാണെന്നാണ് നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തത്? എ ആണെന്ന് പ്രൂവ് ചെയ്തു. സോ ഇനി വീണ്ടും നമ്മൾ അത് ചെയ്തോണ്ടിരിക്കണോ? വേണ്ട, ഇവിടെ നിന്ന് തന്നെ ഡയറക്റ്റ് ആയിട്ട് പറയാം. ഇറ്റ്സ് ഈക്വൽസ് എ. റീസൺ എന്താ? ഫ്രം നമ്മളുടെ ഫസ്റ്റ് കേസിൽ നിന്നാണ്, ക്വസ്റ്റ്യൻ 1 നിന്നാണ് നമുക്കത് പറയാൻ പറ്റിയത്. ഓക്കെ, സോ നമുക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടി? എ ഇന്റർസെക്ഷൻ എ യൂണിയൻ ബി ഈക്വൽ ടു എ എന്ന് പറഞ്ഞ് കിട്ടി, വിച്ച് ഈസ് നത്തിങ് ബട്ട് അവർ RHS. ഓക്കെ, അപ്പൊ LHS തുടങ്ങി നമുക്ക് എവിടെ എത്താൻ പറ്റി? RHS എത്താൻ പറ്റി. ഓക്കെ, അപ്പൊ 2 പ്രൂഫും ഐഡിയ കിട്ടിയിട്ടുണ്ടല്ലോ. നമുക്ക് എന്നാ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ലെറ്റ് എ ആൻഡ് ബി ബി സെറ്റ്സ്. എയും ബിയും 2 സെറ്റുകളാണ്. എ ഇന്റർസെക്ഷൻ എക്സ് എന്ന് പറയുന്നതും ബി ഇന്റർസെക്ഷൻ എക്സ് എന്ന് പറയുന്നതും നൾ സെറ്റ് ആണ്. അപ്പൊ എ ഇന്റർസെക്ഷൻ എക്സും ബി ഇന്റർസെക്ഷൻ എക്സും എന്താണ്? നൾ സെറ്റ് ആണ്. എ യൂണിയൻ എക്സും ബി യൂണിയൻ എക്സും സെയിം ആണ്. ഓക്കെ, അങ്ങനെയുള്ള ഏതോ ഒരു എക്സിന് അങ്ങനെയുള്ള ഒരു എക്സിന് ഇത്രയും കണ്ടീഷൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എ ഈക്വൽ ടു ബി ആണെന്ന് നമുക്ക് കാണിക്കണം. അപ്പൊ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ഗിവൺ എ ഇന്റർസെക്ഷൻ എക്സ് equals B intersection X equals null set. Okay, ഇനി അടുത്ത് A യൂണിയൻ X equals B യൂണിയൻ X തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ എടുക്കാം. ഇതും തന്നിട്ടുള്ളതാണ് കേട്ടോ. നമുക്ക് 2 സൈഡും എന്ത് ചെയ്യാം? A കൊണ്ട് ഇന്റർസെക്ഷൻ എടുത്തു നോക്കാം. taking intersection of A on both sides. Intersection of A on both sides. On both. Okay. On both sides. 2 സൈഡും നമുക്ക് A കൊണ്ട് ഇന്റർസെക്ഷൻ എടുത്തു നോക്കാം. അപ്പൊ എങ്ങനെ വരും? A ഇന്റർസെക്ഷൻ A യൂണിയൻ X ഈക്വൽസ് A ഇന്റർസെക്ഷൻ B യൂണിയൻ X. ഓക്കെ, ഇവിടെ നോക്കിക്കേ, ഇത് നമുക്ക് എന്ത് ചെയ്യാം?
അകത്തേക്ക് എടുക്കാം. ഓക്കെ, ഇത് നമ്മൾ അകത്തോട്ട് എടുത്ത എ ഇന്റർസെക്ഷൻ എ യൂണിയൻ എ ഇന്റർസെക്ഷൻ എക്സ് ഈക്വൽസ് ഇതകത്തേക്ക് എടുത്താലോ എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ എക്സ്. ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും? എ ഇന്റർസെക്ഷൻ എ എന്ന് പറഞ്ഞാൽ എന്താണ്? എ യൂണിയൻ എ ഇന്റർസെക്ഷൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നൾ സെറ്റ് ആണ്. സോ എ യൂണിയൻ നൾ സെറ്റ് ഈക്വൽസ് എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ നൾ സെറ്റ്. ഓക്കെ, അപ്പൊ എ യൂണിയൻ നൾ സെറ്റുമായിട്ട് നമ്മൾ യൂണിയനോ ഇന്റർസെക്ഷനോ എടുത്താലും ചേഞ്ച് വരുമോ? ഇല്ല. അത് എം ടി സെറ്റിന്റെ പ്രോപ്പർട്ടിയിൽ നമ്മൾ പഠിച്ചതാണ് അല്ലേ? ഓക്കെ, ഓപ്പറേഷൻസിന്റെ പ്രോപ്പർട്ടിയിൽ എം ടി സെറ്റിന്റെ ലോ ഓഫ് ഫൈവ് നമ്മൾ കണ്ട സാധനമാണ്. നൾ സെറ്റുമായിട്ട് യൂണിയൻ എടുത്താൽ ഒന്നിനും ചേഞ്ച് വരത്തില്ല. സോ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? എ ഈക്വൽസ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, മാർക്ക് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 1. അതിനെ നമുക്ക് എന്തെന്ന് മാർക്ക് ചെയ്യാം? ഇക്വേഷൻ നമ്പർ 1 എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നമ്മൾ നേരത്തെ സെയിം ഇത് തന്നെ എ ഇന്റർസെക്ഷൻ എക്സ് ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ എ യൂണിയൻ എക്സ് അല്ലേ? എ യൂണിയൻ എക്സ് ഈക്വൽ ടു ബി യൂണിയൻ എക്സ്. ഓക്കെ, ഇവിടെ നമ്മൾ ഈ പറഞ്ഞ സെയിം സാധനം. അവിടെ ഇന്റർസെക്ഷൻ ബി ഓൺ ബോത്ത് സൈഡ്സ്. ഓക്കെ, ബി കൊണ്ട് എന്ത് ചെയ്യുന്നു? ഇന്റർസെക്ഷൻ എടുക്കുന്നു. എടുത്തു നോക്കാം. അപ്പോ എ യൂണിയൻ എക്സ് ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു ബി യൂണിയൻ എക്സ് ഇന്റർസെക്ഷൻ ബി. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പുറത്തെ സൈഡ് എടുക്കാം അപ്പുറത്തെ സൈഡ് എടുക്കാം, കുഴപ്പമില്ല. കാരണം ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് ആണ്. ഏത് സൈഡ് എടുത്താലും പ്രശ്നമില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ എടുത്താൽ എന്ത് വരും? എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ ബി ഇന്റർസെക്ഷൻ എക്സ്. ഓക്കെ, എക്സ് ഇന്റർസെക്ഷൻ ബി എന്നോ ബി ഇന്റർസെക്ഷൻ എക്സ് എന്നോ എടുക്കാം, ഒരു കുഴപ്പമില്ല. എന്താണ്? കമ്മ്യൂട്ടേറ്റീവ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തിരിച്ചിട്ട എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. ഓക്കെ, സോ ബി ഇന്റർസെക്ഷൻ ബി യൂണിയൻ ബി ഇന്റർസെക്ഷൻ എക്സ്. ഇനി ബി ഇന്റർസെക്ഷൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നൾ സെറ്റ് ആണ്. സോ നമുക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടി? എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ നൾ സെറ്റ് ഈക്വൽ ടു ബി യൂണിയൻ നൾ സെറ്റ്. ഓക്കെ, ഇവിടെ നമുക്ക് പറയാൻ പറ്റും എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു ബി എന്ന് പറഞ്ഞ് കിട്ടും. കാരണം നൾ സെറ്റുമായിട്ട് യൂണിയൻ എടുത്താൽ ചേഞ്ച് വരോ? ഇല്ല. ഓക്കെ, സോ ബി ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞ് കിട്ടും. മാർക്ക് ഇറ്റ് ആസ് നമ്പർ 2, ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 1 നോക്കിക്കേ, എ ഈക്വൽസ് എ ഇന്റർസെക്ഷൻ ബി. ഇക്വേഷൻ നമ്പർ 2 എന്താ പറയുന്നേ? ബി ഈക്വൽസ് എ ഇന്റർസെക്ഷൻ ബി. സോ നമുക്ക് എന്ത് പറയാം? ഫ്രം 1 and 2, 1ലും 2ലും നിന്ന് നമുക്ക് എന്ത് പറയാം? എ ഈക്വൽസ് ബി ആണെന്ന് പറയാം. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് ഒന്നും കൂടെ പറയാം, എ ഈക്വൽസ് ബി ഈക്വൽസ് എ ഇന്റർസെക്ഷൻ ബി. ഓക്കെ, അത് എല്ലാം സെയിം തന്നെയാണ്. ഓക്കെ, സോ എ എന്ന് പറയുന്നതും ബി എന്ന് പറയുന്നതും സെയിം ആണ് എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടി. കണ്ടീഷൻസ് ഒക്കെ കണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ, ആ ഒരു ഐഡിയ കിട്ടുക. നമ്മൾ പ്രോപ്പർട്ടീസ്, നമ്മൾ ഏതൊക്കെ പ്രോപ്പർട്ടീസ് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു? ലോ ഓഫ് ഫൈവ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെ ഡിസ്ട്രിബ്യൂട്ടീവ് യൂസ് ചെയ്തു. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അടുത്തത്, സോ നമ്മളുടെ മിസ്ലേനിയസിലുള്ള ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, യെസ്, ഫൈൻഡ് സെറ്റ്സ് എ, ബി ആൻഡ് സി സച്ച് ദാറ്റ് എ ഇന്റർസെക്ഷൻ ബി, ബി ഇന്റർസെക്ഷൻ സി ആൻഡ് എ ഇന്റർസെക്ഷൻ സി ആർ നോൺ എംപ്റ്റി സെറ്റ്സ് ആൻഡ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി ഈക്വൽസ് നൾ സെറ്റ്. ഓക്കെ, അപ്പൊ നമ്മളുടെ ടാസ്ക് എന്താണ്? എ ബി സി 3 സെറ്റുകളുണ്ട്. അതില് എ ഇന്റർസെക്ഷൻ ബിയും ബി ഇന്റർസെക്ഷൻ സിയും എ ഇന്റർസെക്ഷൻ സിയും എന്താണ്? നോൺ എംപ്റ്റി സെറ്റുകളാണ്. പക്ഷെ അവർ 3 പേരും കൂടെ ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ എന്താകണം? എംപ്റ്റി സെറ്റുകൾ. അങ്ങനെയുള്ള സെറ്റിനെ പറയാനാണ് പറഞ്ഞത്. എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എ എന്ന് പറയുന്നത് നമുക്കൊരു 1 2 എടുക്കാം. ഓക്കെ, ബി എന്ന് പറയുന്നത് എന്തെടുക്കാം? ഒരു 2 3 എടുക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എ ഇന്റർസെക്ഷൻ ബിയിൽ ആരുണ്ട്? 2 ഉണ്ട്. ഇനി അടുത്ത് സി എന്ന് പറയുന്നത് എന്തെടുക്കാം? എ ഇന്റർസെക്ഷൻ സിയിൽ ആളുണ്ടാവണം, പക്ഷെ അത് 2 ആകാൻ പാടില്ല. 2 ആയ കോമൺ ആയി പോകും. ഓക്കെ, അപ്പൊ 2 അല്ലാതെ ആരാ ഉള്ളത്? 1. ഓക്കെ, ഇനി ബി ഇന്റർസെക്ഷൻ സിയിലും കോമൺ ആയിട്ട് വേണം. അത് 2 വരാൻ പാടുണ്ടോ? ഇല്ല. 2 വന്നാൽ അത് എല്ലാവർക്കും ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ 2 വന്നു പോകും. അപ്പൊ അതല്ലാത്ത ഒരാളെ എടുക്കുക, 3. അത്ര എടുത്താൽ മതി. ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് വേണമെങ്കിൽ പറയാം.
ഇനി അല്ല ഇതിൽ വേറെ എലമെന്റുകൾ നിങ്ങൾ ഇൻപുട്ട് ചെയ്യണമെങ്കിൽ ധൈര്യമായിട്ട് ഇൻപുട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും? എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് നോക്കിക്കേ, എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് സെറ്റ് 2 ആണ്. ഓക്കെ, ബി ഇന്റർസെക്ഷൻ സി എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് 3 ആണ്. എ ഇന്റർസെക്ഷൻ സി എന്ന് പറഞ്ഞാലോ സെറ്റ് 1 ആണ്. ഇതെല്ലാം നോൺ എംപ്റ്റി അല്ലേ? ഇതെല്ലാം നോൺ എംപ്റ്റി അല്ലേ? യെസ്. പക്ഷേ എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി, എയിലും ബിയിലും സിയിലും മൂന്നിലും കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? മൂന്നിലും കൂടെ കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. സോ അതെന്ന് പറയുന്നത് എന്താണ്? എംപ്റ്റി സെറ്റ് ആണ്. ഓക്കെ, സോ ആ കോൺസെപ്റ്റ് കിട്ടിയല്ലോ. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് എക്സാമ്പിൾ വെച്ചൊക്കെ ചോദിക്കും. അപ്പൊ നമ്മൾ മിനിമം ആൾക്കാരെ മാച്ച് ചെയ്ത് പോയാൽ മതി. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് അതിലോട്ട് എത്താൻ പറ്റും. ഓക്കെ, ഒന്നോ രണ്ടോ ഒരാൾക്കാർ 2 ആൾക്കാരെ വെച്ച് നമുക്ക് വേണമെങ്കിൽ മാച്ച് ചെയ്തൊക്കെ പോവാം. സെറ്റ് വലുതായി പോകും. പിന്നെ നമ്മൾ കൺഫ്യൂഷൻ ആവും, ഏതെടുക്കണം ഏതെടുക്കണ്ട. അപ്പൊ ഒരാളെ മാത്രം പേരില്ല, കാരണം നമുക്ക് നോൺ എംപ്റ്റി ആണെന്ന് കാണിച്ചാൽ മതി. അത് സിംഗിൾ ടൺ ആയിട്ട് എടുത്താൽ മതി. അപ്പൊ സിമ്പിൾ ആയിട്ട്, അതായത് ഇതിന്റെ ഇന്റർസെക്ഷൻസ് എടുക്കുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാർ വേണം വരാൻ. അവരെ വെച്ച് സെറ്റ് ഫോം ചെയ്താൽ മാത്രം മതി. ഓക്കെ, സോ ഇനി ഓക്കെ, അപ്പൊ ഇത്രയും ഇതാണ്. അപ്പൊ നമ്മൾ ഈ ഒരു ലെക്ചറിൽ എന്തൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്? നമ്മളുടെ സെറ്റ് എന്ന് പറയുന്ന കംപ്ലീറ്റ് ചാപ്റ്ററും മൊത്തത്തിൽ നമ്മൾ റിവൈസ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു ലെക്ചർ കണ്ടാൽ മതി, സെറ്റ്സ് എന്താണെന്നുള്ളൊരു ക്ലാരിറ്റി കിട്ടും. നല്ല വ്യക്തമായിട്ടുള്ളൊരു ക്ലാരിറ്റി കിട്ടും. അതിൽ ഓരോന്ന് കാണുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് നമുക്കപ്പം ചെറിയ ഡൗട്ട്സോ കാര്യങ്ങളോ വന്നാൽ എന്ത് ചെയ്താൽ മതി? നേരെ അത് ഏത് ലെക്ചറിലാണ് എന്ന് നോക്കുക. ഓക്കെ, അപ്പൊ നമ്മളുടെ ഫസ്റ്റ് ലെക്ചർ നമുക്ക് പറയുന്ന ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. സെറ്റിനെ പറ്റിയും സെറ്റിന്റെ റെപ്രസെന്റേഷൻ കാര്യങ്ങൾ ഒക്കെയാണ്, നൊട്ടേഷൻ കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് പറയുന്നത്. അപ്പൊ അതിൽ ഡൗട്ട് വരുമ്പോൾ നേരെ ആ ലെക്ചർ വീഡിയോയിലോട്ട് പോവുക, അത് കാണുക. ഓക്കെ, അത് കണ്ടിട്ട് ഇത് വരുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ക്ലാരിറ്റി കിട്ടും. ഇനി സെക്കൻഡ് വീഡിയോ എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡ് വീഡിയോയിൽ നമ്മൾ ടൈപ്സ് ഓഫ് സെറ്റ്സ് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ ഇതിലെ ടൈപ്സ് ഓഫ് സെറ്റ്സ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ കൂടെ ജസ്റ്റ് മറ്റേതും കൂടെ കണ്ടതും കൂടെ ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി അടുത്ത തേർഡിൽ വരുന്ന വെൻ ഡയഗ്രാം, ഓപ്പറേഷൻ ഓഫ് സെറ്റ്സും കാര്യങ്ങളും ഒക്കെയാണ്. അത് നമ്മളുടെ ഇതിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ കംപ്ലീറ്റ് ചാപ്റ്റർ എന്ത് ചെയ്തിട്ടുണ്ട്? ഫുള്ളി റിവൈസ് ചെയ്തിട്ടുണ്ട്. ഇനി അതല്ലാണ്ട് അഡീഷണൽ ആയിട്ട് നമ്മൾ കുറച്ച് എന്താണ് ഫോർമുലാസ് കാര്യങ്ങളെല്ലാം ഒന്ന് സ്ട്രക്ചേർഡ് ആക്കി വെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ നമ്മൾ ഈ ചാപ്റ്റർ ഫുള്ളി നമുക്ക് പക്കയാണ്. അപ്പം എക്സാമിൻ്റെ സമയത്തൊക്കെ റിവൈസ് ചെയ്യാനും എല്ലാം ഈ ഒരു വീഡിയോ എടുത്ത് വെച്ച് നിങ്ങൾ മൊത്തത്തിൽ ഒന്ന് കണ്ടാൽ മതി. എല്ലാം നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ മിസ്ലേനിയസിൽ നമുക്കറിയാം, നമ്മൾ ഇത്രയും നേരം എക്സസൈസിലൊക്കെ സിമ്പിൾ ചോദ്യങ്ങളാണ് കണ്ടുകൊണ്ടിരുന്നത്. മിസ്ലേനിയസ് വന്നപ്പോൾ കുറച്ചും കൂടെ വലിയ പ്രൂഫ് കാര്യങ്ങളൊക്കെ അല്ലേ. പക്ഷെ നമുക്ക് ആ പ്രൂഫ് കാര്യങ്ങളൊക്കെ ഓപ്പറേഷൻസ് ഒക്കെ നല്ല രീതിക്ക് അറിയാമെന്നുള്ള ഒരാളാണെങ്കിൽ സിമ്പിളായിട്ടൊക്കെ നമുക്ക് ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ വീഡിയോകളൊക്കെ കണ്ട് അപ്പൊ ഈ ചാപ്റ്റർ നല്ല ഉഷാറായിട്ട് റിവൈസ് ചെയ്ത് സെറ്റ് ആവുക. ബൈ ബൈ.